ശിവ ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ ഒരു സമയം പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും സാധിച്ചു കിട്ടും. അങ്ങനെ ഒരു സമയമുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരു സമയമുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു ശാസ്ത്രവിദ്യയാണ്, ശരനൂൽ വിദ്യയാണ്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് അല്ല, ഈ സമയം കൊണ്ട് ഒരു സെക്കൻഡ്, ഇത്രയും സമയം മതി ചെയ്യാൻ. 1 രൂപ മുടക്കില്ല. ആർക്കും ചെയ്യാം, എവിടെ നിന്നുകൊണ്ടും ചെയ്യാം. ശരിയായിട്ട് ചെയ്താൽ ആ കാര്യം സാധിച്ചു കിട്ടും എന്നുള്ളതാണ് നിരവധി അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യം. ഇത് ശരനൂൽ രഹസ്യമാണ്, ശിവവിദ്യയാണ്. ഏതൊരാൾക്കും ചെയ്യുന്ന ലളിതമായ കാര്യമാണ്. 1 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന വേറെ ആരും അറിയത്തുമില്ല. ശാസ്ത്രത്തെ ചെയ്യുന്ന കാര്യമാണ്. 1 സെക്കൻഡ്, ഈ സമയം, ഇത്രയും സമയം മതി. ചെയ്തു നോക്കുക. എന്നിട്ട് ബാക്കി നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്ത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് എന്തുമാത്രം നിങ്ങൾ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. പക്ഷെ ഇത് ആരോടും പറഞ്ഞു കൊടുക്കരുത് ഈ വിദ്യ. ഇപ്പോൾ ഭർത്താവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യയോട് പോലും പറയേണ്ട കാര്യമില്ല. കാരണം ഇതിങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവർ കുറയും. നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളിത് ചെയ്തു എന്നുള്ള കാര്യം വേറെ ആരും അറിയണ്ട. പിന്നെ ഒരു വിദ്യ പറഞ്ഞു തരുന്ന ഒരു ഗുരു എന്ന നിലയിൽ എന്നോട് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഞാനാണ് ആ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരു ഗുരുസ്ഥാനത്തുള്ള, അതൊരു കുട്ടിയാണെങ്കിലും ഒരു വിദ്യ പറഞ്ഞു തന്നാൽ അവർ ഗുരുസ്ഥാനത്താണ്. അങ്ങനെ ആ ഗുരുവിനോട് അനുഭവം പറയാം, അതിൽ തെറ്റില്ല. വേറെ ആരോടും പറയണ്ട. നിങ്ങൾ ചെയ്തുകൊള്ളുക. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഏത് കാര്യം, പണമാണെങ്കിൽ പണം, ഉയർച്ച, അല്ലെങ്കിൽ അധികാരം, സമ്പത്ത്, അല്ലെങ്കിൽ ഒരു ആളെ നമുക്ക് അനുകൂലമാക്കിയെടുക്കണം, ഏത് കാര്യവും സാധിച്ചു കിട്ടുന്ന ഒരു വിദ്യയാണ്. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ജപിക്കുക. ഈ വിദ്യ ചെയ്യുക. ഏത് സമയമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഒരു 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 2 മിനിറ്റ് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പറയാം. ഞാൻ തന്നെ ഇതുപോലെ ഒരു ശിവവിദ്യ അല്ലെ ശരനൂൽ രഹസ്യം പറഞ്ഞു കൊടുത്ത 2 അനുഭവം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശരനൂൽ രഹസ്യം ഇട്ടായിരുന്നു, കിട്ടാക്കടം കിട്ടാൻ വേണ്ടി. അത് ശാസ്ത്രവിദ്യയാണ്. അപ്പോൾ അത് കണ്ട് ഒരാൾ ചെയ്തു, അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടി എന്നും പറഞ്ഞ് ആ കിട്ടിയ പൈസയുടെ സ്ക്രീൻഷോട്ടും, എന്നുവെച്ചാൽ അവർക്ക് നമ്മൾ ചുമ്മാ പറയുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഒക്കെ ഇട്ട്, അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം. എന്നോട് ഒരുപാട് നന്ദി പറഞ്ഞു. അത് വാട്സപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അവിടെ ആ ശിവവിദ്യ ചെയ്ത് കിട്ടാനുണ്ടായിരുന്ന പൈസ കിട്ടി. വലിയ സന്തോഷം. പിന്നെ ഞാൻ ഇന്ന് ഒരു കടയിൽ കയറിയപ്പോൾ, ഒരു കച്ചവട സ്ഥാനമാണ്, അവിടെ കയറിയപ്പോൾ ഞാൻ ഈ വാട്സപ്പ് ഇങ്ങനെ ഓണാക്കിയിട്ട് എനിക്ക് ഈ പൈസ കിട്ടിയവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കടയിലെ ഉടമ എന്നോട് ചോദിച്ചു, സാറേ അവരെന്നാ വിദ്യ ചെയ്തത് സാറ് പറഞ്ഞു കൊടുത്ത്, അതൊന്ന് എനിക്ക് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, അദ്ദേഹത്തിന് എന്തോ പൈസ കിട്ടാനുള്ള കാര്യമാണ്. ഞാനത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലാണ്, കിട്ടാക്കടം കിട്ടുന്നതിന്. ആ വിദ്യ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വേറൊരു വഴിക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വന്ന് ആ കടയിൽ കയറിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ആ കൈ ഒന്ന് കാണിച്ചതെന്ന് പറഞ്ഞു. ഒന്ന് കൈ തരാമെന്ന് ചോദിച്ചു. ഞാൻ ആ പുള്ളിക്ക് കൈ കൊടുത്തു. പുള്ളി പറഞ്ഞു, പുള്ളിയുടെ മുഖത്ത് അത്ഭുതവും ആശ്ചര്യവും സന്തോഷവും. പുള്ളി അത് ഞെട്ടി നിൽക്കുക. പുള്ളി എന്നോട് പറഞ്ഞു, ഈ വിദ്യ ചെയ്തിട്ട് പുള്ളിയുടെ തമിഴ്നാട്ടിലുള്ളൊരു സുഹൃത്തിനെ വിളിച്ചു. ഒരുപാട് വർഷമായിട്ട് കിട്ടാനുള്ള പൈസയാണ്. 6 വർഷമായിട്ട് എടുക്കാത്ത കോള് ഈ വിദ്യ ചെയ്തിട്ട് വിളിച്ചപ്പോൾ ആ മനുഷ്യനെടുത്തു. പൈസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ധാരണയായി. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഈ വിദ്യ ചെയ്തിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പറയുന്ന ഓരോ കാര്യവും. അവർക്ക് പൈസ കിട്ടി, കിട്ടിയിട്ടാണ് അവർ ആ സ്ക്രീൻഷോട്ട് എനിക്ക് ഇട്ട് തന്ന സന്തോഷത്തിന്. അപ്പോൾ ഇതൊക്കെ ജീവിതം മാറ്റിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരത്തില്ല. എത്ര വർഷം ശരനൂല് പഠിച്ചാലും ഈ കാര്യങ്ങളൊന്നും, ഇതുപോലെ ഉള്ള വിദ്യകൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എല്ലാം പരമേശ്വര പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ്. ഞാനും ഒരു ശിവയോഗിയാണ്. ശിവയോഗി എന്ന് പറഞ്ഞാൽ ശിവനേ ഉള്ളൂ അകത്തും പുറത്തും.
ഓരോ ശ്വാസത്തിലും ഭഗവാനെ തന്നെയാണ് ജപിക്കുന്നത്. മനസ്സിൽ വേറെ ഒന്നുമില്ല. അങ്ങനെ ശിവവിദ്യ അഗസ്ത്യരിൽ നിന്ന് വന്ന ശിവവിദ്യ ചെയ്യുന്ന. അപ്പോൾ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത്. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. അതും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അതും അഗസ്ത്യർ വിദ്യ തന്നെയാണ്. എല്ലാത്തിനും പരമേശ്വരനോട് നന്ദി, ഗുരുക്കന്മാരോടും മഹാഗുരു അഗസ്ത്യരോടും നന്ദി, അമ്മ പാർവതീദേവിയോടും നന്ദി. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണ്ട, ആവശ്യമുള്ളവർ കണ്ടുപിടിച്ചു. കാരണം ഇന്ന് ഈ വീഡിയോയിലൊന്നും വില ആർക്കും അറിയത്തില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ് 25,000 രൂപ ഒരാൾക്ക് കിട്ടാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ശരനൂൽ വിദ്യ ചെയ്ത് കിട്ടിയെന്ന്. അതൊക്കെ ഈ നല്ല ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആരും കാണത്തില്ല. അത് ആരുടെയും കുഴപ്പമില്ല. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടാൽ മതി, ആവശ്യമുള്ളവർ ചെയ്താൽ മതി. അവർക്കൊക്കെ വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് ഭഗവാനെ വിശ്വസിക്കണം, അതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്തിട്ട് അത്രയേ ഉള്ളൂ. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പം എല്ലാവരും പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ വിദ്യ ചെയ്യുന്നത് നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പ്, സൂര്യോദയം ശരാശരി 6:30 അതിന് മുമ്പ് ചെയ്താൽ കൂടുതൽ ഫലം. ഇനി അത് കഴിഞ്ഞ് ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി നല്ലതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് സൂര്യോദയത്തിന് മുമ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പ്, അതായത് 6:30 മുമ്പ് 5:30, 5:45, 6, 6:15 ഒക്കെ ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും. ഇനിയും 6:30 ശേഷം ചെയ്താലും ഫലം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ്, അതായത് ഇരുട്ടുള്ള സമയം ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അതിപ്പോൾ 6:30 മുമ്പ് ഏത് സമയത്തും ചെയ്യാം. പക്ഷേ ആ ഒരു ചുറ്റും നമ്മുടെ ആ പ്രകൃതിയിൽ ഒരു ഇരുട്ടുള്ള സമയമാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ വിദ്യ നിങ്ങൾ ഒന്നുകിൽ കുളിക്കാം, അല്ല കൈയും കാലും മുഖവും കഴുകിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. കുളിമുറിയിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്ന് ചെയ്യാം. എവിടെ നിന്ന് ചെയ്താലും ഈ കുളിമുറിയിൽ നിന്ന് ചെയ്താലുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ മറ്റാരും അറിയത്തില്ല. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ചിലർ വിചാരിക്കും ഇപ്പോൾ എൻ്റെ കുളിമുറിക്കകത്ത് ടോയ്ലറ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷേ ഈ ടോയ്ലറ്റുള്ള ആ റൂമിൽ നിന്ന് അവിടെ നിന്നും ചെയ്ത ഇവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ മനസ്സിനൊരു ശങ്ക ഉണ്ടെങ്കിൽ ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ ഒക്കെ ചെയ്യാം. പക്ഷേ ടോയ്ലറ്റോടുകൂടി കുളിമുറി ഇന്ന് ചെയ്തവർക്കും ഫലം കിട്ടിയിട്ടുണ്ട്. അതെനിക്കറിയാം. അത് അനുഭവമുള്ള കാര്യമാണ്. അതിലൊന്നും കാര്യമില്ല. നമ്മളെപ്പോഴും ഞാൻ പറയും കക്കൂസിലാണെങ്കിലും കുളിമുറിയാണെങ്കിലും നിങ്ങൾ കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം, വലതുകാല് വെച്ച് ഇറങ്ങണമെന്ന്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് നമ്മളെ ബാധിക്കത്തില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കുളിമുറിയിൽ നിന്ന് വേണം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്ന് ചെയ്യാം. നിങ്ങളുടെ റൂമിൽ നിന്ന് ചെയ്താൽ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ചെയ്യാം. കഴിവതും മറ്റുള്ളവർ കാണാതെ ചെയ്താൽ കുറച്ച് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം കുളിമുറിയായിട്ടുണ്ടെങ്കിൽ കുളിമുറിയിൽ നിന്ന് ചെയ്യുക. അതിന് ടോയ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അങ്ങനെ ചെയ്തവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക, വിശ്വാസം ഇല്ലേ ചെയ്യണ്ട. നിങ്ങൾ വീട്ടിലെ റൂമിൽ നിന്നോ അല്ലെങ്കിൽ വിളക്കിനവിടെ നിന്നൊക്കെ ചെയ്താൽ മതി. ഇതെല്ലാം അനുഭവമുള്ള കാര്യം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. നിങ്ങൾ ശ്വാസം പതുക്കെ എടുക്കുക. പതുക്കെ എടുത്തിട്ട് 2 മൂക്കിൽ കൂടെ എടുക്കുക. പതുക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഈ നെറ്റിയിൽ ഇങ്ങനെ 2 മൂക്കിനുള്ളിൽ കൂടെ എടുത്ത് ഈ നെറ്റിക്കുള്ളിൽ ഒന്ന് ടച്ച് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടെ ഒരു വെള്ളപ്രകാശം സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് കാര്യമാണോ നടക്കാനുള്ളത് ആ കാര്യം സാധിച്ചു തരണമെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ പറയണം. ഒരുപാട് സമയം എടുക്കരുത്, ശ്വാസം പിടിച്ചു നിർത്തണ്ട. ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ആ കാര്യം നടത്തി തരണം എന്ന് പറയുക. ആരോടാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ശിവനോട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ മതി, എൻ്റെ ഈ കാര്യം നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് 2 മുക്കിലൂടെ ശ്വാസം പതുക്കെ നീട്ടി വിടുക. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടതുകാലിൻ്റെ ഉപ്പൂറ്റി ഉയർത്തി ഉപ്പൂറ്റി ഉയർത്തിയിട്ട് ഇടതുകാലൊന്ന് അമർത്തി ഈ കാര്യം നടത്തി തരണമെന്ന് പറയുക. നിങ്ങളുടെ ഉള്ളിലെ ശിവനോടാണ് പറയുന്നത്. ഇത്രയും ചെയ്യുക. പിന്നെ അതിലേക്ക് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് സൂര്യോദയത്തിന് മുമ്പ് ഇരുട്ടുള്ള സമയത്ത് ചെയ്യണം. നിങ്ങൾ ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്താൽ ഒരു ദിവസം ചിലർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ശരിയായെന്ന് വരത്തില്ല.
പക്ഷേ ഇത് നിങ്ങൾ ഇങ്ങനെ പല ദിവസങ്ങൾ ചെയ്യും. ചിലർക്ക് ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ അനുഭവം ഉണ്ടാകും, ചിലർക്ക് ചിലപ്പം പല ദിവസങ്ങൾ ചെയ്യേണ്ടി വരും. ശരിയായിട്ട് ചെയ്താൽ ഇതാ ഒരു ദിവസം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നിരിക്കും. ഇതൊരു അത്ഭുത വിദ്യയാണ്, ശിവവിദ്യയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ 2 മൂക്കിൽ കൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. മൂക്കൊന്നും അടച്ചു പിടിക്കുകയോ ഒന്നും വേണ്ട. 2 മൂക്കിലൂടെ ശ്വാസം എടുത്ത് മൂക്കിനുള്ളിലൂടെ 2 മൂക്കിനുള്ളിലൂടെ ശ്വാസം എടുത്ത്, അപ്പോൾ നിങ്ങൾ ഈ ശ്വാസം എടുക്കുക എന്നുള്ള ഇങ്ങനെ ശ്വാസം എടുക്കണമെന്നില്ല, നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. 2 മൂക്കിനുള്ളിലൂടെയും മനസ്സങ്ങ് പോയാൽ മതി, സങ്കല്പിച്ചാൽ മതി. ശ്വാസം 2 മൂക്കിനുള്ളിലൂടെയും നിങ്ങളുടെ മനസ്സ് ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി. ശ്വാസം ഇങ്ങനെ വരുന്നതായിട്ട് 2 മൂക്കിനുള്ളിലൂടെയും മൂക്കിനുള്ളിലൂടെ കേട്ടോ, മൂക്കിനുള്ളിലൂടെയും വന്ന് നിങ്ങളുടെ നെറ്റിക്കുള്ളിൽ ഒരു വെള്ളപ്രകാശത്തെ ഒന്ന് തട്ടുന്ന സമയം എന്ത് കാര്യമാണ് വേണ്ടത് അതെനിക്ക് നടത്തി തരണമെന്ന് സെക്കൻഡുകൾ കൊണ്ട് ആവശ്യപ്പെടുക. ആ കാര്യം കൂടെ മനസ്സിൽ നിന്ന് കാണാൻ നല്ലതാണ്. എന്നിട്ട് ആ കാര്യം ചിന്തിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ശ്വാസം പതുക്കെ നീട്ടിവിടുക. ഒരു തവണ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടതുകാലിൻ്റെ ഉപ്പൂറ്റി ഒന്ന് മുകളിലോട്ട് ഉയർത്തി ഇടതുകാലം ഒന്ന് അമർത്തിയിട്ട് ഈ കാര്യം നടത്തി തരണമെന്ന് ഒന്ന് പറയുക. നിങ്ങളുടെ ആ കാര്യം ചിന്തിച്ചിട്ട് നടത്തണമെന്ന് പറയുക. അപ്പം തലയൊന്ന് ജസ്റ്റ് കുനിച്ചോണം. തല കുനിക്കുമ്പോൾ ഭ്രൂമധ്യത്തിൽ ഇങ്ങനെ തല കുനിച്ച് ആ ഇടതുകാലെ നോക്കുമ്പോൾ ആ ഭ്രൂമധ്യത്തിലാണ് അതിൻ്റെ പവർ വരുന്നത്. ഒരു രഹസ്യവിദ്യയാണ് പോകുന്നത് കേട്ടോ. നമ്മളിങ്ങനെ തല കുനിച്ച് ഇടതുകാലെ നോക്കിയിട്ട് വേണം ഇടതുകാലിൻ്റെ ഉപ്പൂറ്റി പൊക്കി ഒന്ന് അമർത്താൻ. ഈ കാര്യം നടത്തി തരണമെന്ന് മനസ്സിൽ ചിന്തിക്കുക. ആ മനസ്സിൽ കണ്ടുകൊണ്ട്, മനസ്സിൽ ആ കാര്യം നടക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് ഈ കാര്യം നടത്തി തരണമെന്ന് ചിന്തിക്കുക. മനസ്സിലായല്ലോ? ഇനി സംശയമില്ലല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത്. നിങ്ങൾക്കൊരു കാര്യം നടക്കണം, ഇത് ദിവസവും രാവിലെ ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഞാൻ ചെയ്ത് ശരിയായോ, ഞാൻ ഇന്ന് ശരിയായി. ഇത് കിഴക്കോട്ട് നോക്കി എന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും നനയ്ക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പം കുളിക്കുകയാണെങ്കിലും കുളിച്ചില്ലെങ്കിലും കൈയും കാലും മുഖവും നനച്ചിട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഏത് കാര്യമാണെങ്കിലും ആവശ്യപ്പെടാം. അതായത് നിങ്ങൾക്ക് സാമ്പത്തികമാണെങ്കിൽ സാമ്പത്തികം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലോൺ കിട്ടാനുണ്ടെങ്കിൽ ലോണാണെങ്കിൽ ലോണ്, അല്ലെങ്കിൽ വിദേശവാസമാണെങ്കിൽ അത് നിങ്ങൾക്ക് ന്യായമായിട്ട് സത്യസന്ധമായിട്ട് കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യം ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്ന, ന്യായമായിട്ട് കിട്ടാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഏത് വേണമെങ്കിലും. പിന്നെ സാമ്പത്തിക ഉയർച്ച ആവശ്യപ്പെടാം. പിന്നെ ഒരാളെ ചിന്തിച്ച ആൾ നമുക്ക് വശമാകണം നല്ല കാര്യത്തിന് വേണ്ടി. ഇപ്പോൾ ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുക, ഭർത്താവിനെ അനുകൂലിപ്പിക്കുക അല്ലെങ്കിൽ ഭാര്യയെ അനുകൂലിപ്പിക്കുക. ആർക്ക് വേണം, ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ചെയ്യാം. അതുപോലെ മക്കൾക്ക് അച്ഛനോടും അമ്മയും പ്രശ്നമുണ്ട്, അനുകൂലിക്കാൻ മക്കൾക്കും ചെയ്യാം, അച്ഛനും അമ്മയ്ക്കും ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു ഓഫീസിലെ ബോസ് എപ്പോഴും നമ്മളോട് പ്രശ്നം, അവരെ അനുകൂലിപ്പിക്കാൻ ചെയ്യാം. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഉദ്യോഗസ്ഥനോടൊരു കാര്യം ചോദിക്കാൻ പോവുക, നമുക്കൊരു അനുകൂലമായിട്ട് പെരുമാറണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് വിശ്വാസത്തോടെ ചെയ്യണമെന്ന് ഏത് കാര്യത്തിനും ഉപയോഗപ്പെടുത്താം. നിങ്ങളൊരു ഓഫീസിൽ പോകുന്ന ഒരു കാര്യം സാധിക്കാൻ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. പക്ഷെ വിശ്വാസം വേണം. പിന്നെ നിങ്ങൾക്ക് ആരുമായിട്ടെങ്കിലും നിങ്ങളോട് ശത്രുത മാറി ഐക്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് കാര്യം സാധിച്ചെടുക്കാം, സങ്കല്പം ഇവിടെ കൊടുത്താൽ മതി. ഇനി വീട്ടിൽ നിങ്ങൾ ഇത് വളരെ ഒരുപാട് കലഹം എന്നത്തേക്കുമായി കലഹം മാറ്റാൻ പറ്റും. അതായത് നിങ്ങൾ കൈയും കാലും മുഖം കഴുകിയിട്ട് വീട്ടിൽ ഇപ്പം നിങ്ങൾ വീട്ടിൽ പടി കാണുമല്ലോ, ആ പടിയേന്ന് വീട്ടിലോട്ട് കയറുമല്ലോ, വീട്ടിൽ ഒരു ലാസ്റ്റ് പടിയേന്ന് വീട്ടിലേക്കോട്ട് കയറുമല്ലോ, ആ വീട്ടിലോട്ട് കയറുന്ന ആ പാദം അത് വെക്കുന്നതിന് മുമ്പ് ഈ വിദ്യ ഒന്ന് ചെയ്തിട്ട് ഇടതുകാല് അമർത്തി കയറുക. കൈ ഇങ്ങനെ തല കുനിച്ച് ഈ കാര്യം ഏത് കാര്യമാണ് അത് മനസ്സിൽ ചിന്തിച്ച്, ഇപ്പം വീട്ടിലെ എല്ലാവരും തമ്മിൽ ഐക്യമാണ്, സ്നേഹമാണെങ്കിൽ അങ്ങനെ എല്ലാവരും സ്നേഹമായിട്ടിരിക്കണം എന്ന് വിചാരിച്ച് ഇടതുകാലിൻ്റെ ഉപ്പൂറ്റി പൊക്കി ഇടതുകാൽ അമർത്തുമ്പോൾ ശിരസ്സൊന്ന് ചെറുതായിട്ട് കുനിച്ച് ആ ഇടതുകാലിൻ്റെ തള്ളവിരലെ നോക്കിക്കോണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ അകത്തേക്ക് കയറുക. അത്ഭുതകരമായിട്ട് വീട്ടിൽ ഐക്യം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. ഇതൊക്കെ ദിവസം പലരും ചെയ്യുന്ന കാര്യം കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് തന്നെ. അല്ലാതെ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. പല ആളുകളും ഞാൻ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ നേടിയെടുക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള മേലുദ്യോഗസ്ഥനുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം,
ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്ന കാര്യമൊന്നുമില്ല, നിങ്ങളോടിപ്പോൾ വീഡിയോയിൽ ആദ്യമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഒരുപാട് ആളുകൾ പലതും നേടിയെടുക്കുന്നുണ്ട്. വീട്ടിൽ എന്നത്തേക്കുമായി കലഹം മാറും, കലഹമേ ഉണ്ടാകത്തില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വീട്ടിൽ നമ്മൾ വീടിൻ്റെ ഇപ്പം അടുക്കളയിൽ നിന്ന് കയറുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ കൂടെ കയറുമ്പോഴാണെങ്കിലും കയറുന്നതിന് മുമ്പ് ഈ വിദ്യ ചെയ്തിട്ട് ഇടതുകാലം ഇങ്ങനെ അമർത്തി കയറുക. വീട്ടിൽ എല്ലാവരും തമ്മിൽ സ്നേഹമായി ചിന്തിക്കുന്നെങ്കിൽ എല്ലാവരും സ്നേഹമാകും. അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികം ചിന്തിച്ച് ചെയ്യാം, സാമ്പത്തികം വരും. നിങ്ങൾക്ക് ഏത് കാര്യവും ഇങ്ങനെ ചിന്തിച്ച് ചെയ്യാം. അതായത് വീട്ടിൽ ഇപ്പോൾ ഐക്യം, എല്ലാവരും ഐക്യമാകണം എന്ന് ചിന്തിച്ചാൽ നല്ല സന്തോഷമായിരിക്കും. പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. ഇതിനോളം വലിയൊരു കാര്യമില്ല. നിങ്ങൾക്കിത് ഏത് കാര്യത്തിനും പ്രയോജനപ്പെടുത്താം. പിന്നെ രാവിലെ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് നാളെ ഒരു സ്ഥലത്ത് പോകണം, നിങ്ങൾക്കൊരു കാര്യം സാധിക്കണം. അപ്പോൾ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഇരുട്ടുള്ള സമയത്ത് ഇത് ചെയ്തിട്ട് നിങ്ങൾ അന്ന് യാത്ര പുറപ്പെടുക. ആ കാര്യം സാധിക്കാൻ അത് ഉപകരിക്കും. പിന്നെ രാവിലെ ചെയ്യുന്നവർ ഇത് ഇരുട്ടുള്ള സമയത്ത് ചെയ്യുവാണെങ്കിൽ ഫലം കൂടുതലാണ് വെളുപ്പിന്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളിപ്പം സൂര്യോദയം കഴിഞ്ഞാൽ ചെയ്യുന്നത്, അങ്ങനെ ചെയ്താലും ഫലം ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. കുറച്ചുകൂടി നല്ലതായിരിക്കും സൂര്യോദയത്തിന് മുമ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് അനുഭവത്തിൽ കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി സൂര്യോദയത്തിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, ചെയ്തവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് കാര്യത്തിന് വേണ്ടി ചെയ്യാം. അപ്പം ഏത് പ്രശ്നങ്ങളും മാറ്റാൻ സാധിക്കും ഈ കാര്യം. ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല, ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടത്തില്ല. പക്ഷെ ഞാനിത് പറഞ്ഞു തരുന്നത് എൻ്റെ മനസ്സിലാണ്. ഭഗവാൻ മാത്രമേ ഉള്ളൂ, ശിവഭഗവാൻ. എനിക്ക് ഭഗവാന്റെ അനുഭവം തരുന്നുണ്ട്. എനിക്ക് അതിനപ്പുറത്തൊന്നും വേണ്ട. അതിൽ ലയിച്ചാണ് ഞാനിരിക്കുന്നത്. ധ്യാനം ചെയ്യുമ്പോൾ ആ ശിവബോധത്തിൽ ലയിച്ചായിരിക്കുന്നത്. എനിക്ക് അതിനപ്പുറത്തൊന്നും വേണ്ട. അപ്പോൾ ഒന്നും വേണ്ടാത്തതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പറഞ്ഞു തരുമോ? ഇല്ല. ഞാനിങ്ങനെ എൻ്റെ അടുത്ത് വരുന്നവർക്ക് മാത്രമായിട്ടും അല്ല ഏതെങ്കിലും ബുക്കുകൾ മാത്രമായിട്ട് എഴുതി കാശുണ്ടാക്കാൻ നോക്കും, അല്ലേ? പക്ഷെ എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് ഭഗവാനെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, അത് മതി. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ജീവിതങ്ങൾ മാറുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ജീവിതം മാറുമ്പോൾ അവർക്കൊരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതെല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് മാറുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അതിന് ഞാനും ഒരു കാരണമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇനിയും ഭയം മാറാനുള്ളൊരു വിദ്യ പറഞ്ഞുതരാം. ഞാൻ ഈ വിദ്യ ഒരിക്കൽ ഈ സ്പെയിനിൽ ഒരു ശാസ്ത്രമേള നടക്കുക. ആ ശാസ്ത്രം സയൻറ്റിഫിക്കായിട്ട് എന്തോ ഒരു പരിപാടിയാണ്. അപ്പോഴവിടെ ഏതാണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് എപ്പോഴും വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്കൊരിക്കൽ മെസ്സേജ് ചെയ്തു, സാറേ മോൻ ഇതുപോലെ ആ പരിപാടി ഓർഗനൈസ് ചെയ്ത മെയിൻ ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ ഉണ്ട്. പക്ഷേ ആ പരിപാടിയുടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഭയമോ എന്തോ, ചിലപ്പം ദൃഷ്ടിദോഷമായിരിക്കാം. ആകെ മാനസികമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു വിദ്യ പറഞ്ഞു കൊടുക്കാമോ? അപ്പം ഞാനൊരു വിദ്യ വാട്സപ്പിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അവരുടെ അമ്മ അത് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു, സ്പെയിനിൽ ഇട്ട് കൊടുത്തു. ഇത്ര മണിക്കൂർ കഴിയുമ്പോഴല്ലേ അത് മറുപടി വരത്തുള്ളൂ. പിന്നെ മറുപടി വന്നത് എനിക്ക് അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു വാട്സപ്പിനകത്ത്. ആ പരിപാടികൾ വലിയ ഇവൻ്റ് പരിപാടിയാണ്. ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹം ആ പരിപാടിയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തി. ഞാനാണ് വിദ്യ ഇവിടെ നിന്നുകൊണ്ട് ശാസ്ത്രവിദ്യ പറഞ്ഞു കൊടുത്തത്. ഭഗവാനെ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. എൻ്റെ വിദ്യയല്ല, ഭഗവാന്റെ വിദ്യ. ആ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭയം മാറും, ഭയമേ ഉണ്ടാകത്തില്ല. നമ്മളെല്ലാം ഈ ചെറുശ്വാസത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? ചെറുശ്വാസമാണ്. ഇങ്ങനെ കൈവിട്ട് നോക്കിയാൽ അറിയാം, ചെറുശ്വാസമാണ്. അതെന്തുകൊണ്ടാണ്? ചെറുശ്വാസം മതി, അതുകൊണ്ടാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടത് ആ ചെറുശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ ചെറുശ്വാസത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ ചെറുശ്വാസത്തിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും മനസ്സിൽ എടുക്കുമ്പോഴും ഓം, വിടുമ്പോഴും ഓം, അങ്ങനെ ഓം 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 എന്ന് ഓംകാരം മനസ്സിൽ ജപിക്കുക. ഓംകാരം നീട്ടിയല്ല, കുറുക്കി. അവിടെയാണ് കളി കിടക്കുന്നത്. പലപ്പോഴും പലരും ഓംകാരം നീട്ടി ജപിക്കുന്നതിൻ്റെ വിദ്യകളാണ് പറയുന്നത്. ഞാൻ പറയുന്ന ഓംകാരം കുറുക്കി ജപിക്കുന്നത്, ചെറുതായിട്ട് ജപിക്കുന്നതിൻ്റെ വിദ്യ പറയുന്നത്. അത് കളി വേറെ. അപ്പം ഓമെന്ന് കുറുക്കി ജപിക്കുക എന്ന് വെച്ചാൽ ഓം 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 ഇങ്ങനെ നീട്ടണ്ട. ഈ ചെറുശ്വാസത്തോടൊപ്പം ഓം ഓം എടുക്കുമ്പോഴും രണ്ട് മൂക്കിലൂടെ, മൂക്കൊന്നും അടച്ചു പിടിക്കുകയൊന്നും വേണ്ട, രണ്ട് മൂക്കിലൂടെയും ഓം ഓം ഓം. അപ്പോൾ ഇത് നിങ്ങൾ
നിങ്ങളിങ്ങനെ വിടണ്ട. നമ്മളെപ്പോഴും ഇങ്ങനെ ശ്വാസം എടുക്കുകയും വിടുകയാണല്ലോ. ആ താളത്തിനൊപ്പിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അല്ല നിങ്ങളായിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യണ്ട. ശ്വാസം എടുക്കുന്നതിന് വിടുന്നതിനൊപ്പം നിങ്ങളങ്ങ് ചെയ്താൽ മതി. ഓം 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 എടുക്കുമ്പോഴും വിടും. ഈ വിദ്യ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക. ഒരു തവണ ചെയ്യുമ്പോൾ ഒരു 5 തവണയോ 10 തവണയോ ചെയ്യുക. പിന്നെ കുറേ നേരം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ചെയ്യുക. ഈ വിദ്യ ചെയ്താണ് അദ്ദേഹം ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത്. അപ്പോൾ ഈ വിദ്യ പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പലർക്കും പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. ഞാനിത് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നൊന്നും അല്ല. അതതിൻ്റെ അകത്ത് രസം. ഈ വിദ്യ ചെയ്താൽ ഭയം മാറും. നിങ്ങൾക്ക് ഓരോരുത്തരെയും ഭയം കാണത്തില്ല. നിങ്ങളെ ആർക്കും ഭയപ്പെടുത്താനും പറ്റത്തില്ല. ഈ ഭയമാണ് ഏറ്റവും വലിയ പ്രശ്നം. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്രയൊക്കെ കഴിവുണ്ടെങ്കിലും ഭയമുണ്ടോ അവൻ്റെ കാര്യം പോയി. ഭയം മാറണം. ഈ ഭയമാണ് എല്ലാത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ ഭയം ഇങ്ങനെ ഈ വിദ്യ ചെയ്താൽ കുട്ടികളെ ചെറിയ രീതിയിൽ ഇങ്ങനെ പരിശീലിപ്പിക്കാം. മിടുക്കന്മാരായിട്ട് വളർന്നു വരും. നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാം പേടിപ്പിച്ച അവിടെ കാട്ടുമാക്കാനിരിക്കുന്നു, 5 കണ്ണം വരും, 10 കണ്ണം വരും, പേടിപ്പിച്ച്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല കാര്യത്തിനും പേടികൾ നമ്മുടെയൊക്കെ ആ തലമുറയിൽ. പക്ഷെ ഇനി വരുന്ന കുട്ടികളെയൊക്കെ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്ത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിലും പേടി കുറവാണ്, എങ്കിൽ പോലും മനസ്സിന് ധൈര്യമില്ല, മനസ്സിന് ഒരു ദൃഢതയില്ല പല കുട്ടികൾക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഒരു കാര്യം മൊബൈൽ മേടിച്ചു കൊടുത്തില്ല, ചിലപ്പോൾ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ മനസ്സിന് ദൃഢതയില്ലല്ലോ. ഈ കുട്ടികൾക്ക് മനസ്സിന് ദൃഢത, മനസ്സിന് നല്ല സ്റ്റെബിലിറ്റി, അതുപോലെ ധൈര്യം, ഇതൊക്കെ ഉണ്ടാകാൻ കുട്ടികൾക്കെന്നല്ല, ഇതാർക്കും ചെയ്യാം. ഇത് ചെയ്യേണ്ടത് നമ്മൾ ഒരു 5 ശ്വാസത്തിൽ ഒരു ശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം എടുത്ത് വിടുന്നതിനെ ഒന്നെന്ന് പറയുന്നത്. അങ്ങനെ ഒരു 5 ശ്വാസം, പിന്നെ അല്ലെങ്കിൽ 10 ശ്വാസം, അല്ലെങ്കിൽ 5 ശ്വാസം, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ചെയ്താൽ മതി. പിന്നെ ഒരു 5 ശ്വാസം, അല്ലെങ്കിൽ 10 ശ്വാസം, പിന്നെ കുറച്ച് നേരം, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ ഒരു സമയം ഇടവിട്ട് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റേജിൽ കയറണം, അതിന് തൊട്ട് മുമ്പ് ഈ വിദ്യ ചെയ്തിട്ട് കയറുക. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, ഈ വിദ്യ ചെയ്യുക. ഭയം ഉണ്ടാകത്തില്ല വ്യക്തിക്ക്. അപ്പോൾ ഇത് ഒരു രഹസ്യ വിദ്യയാണ്. പിന്നെ ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി ഒരു വിദ്യ പറഞ്ഞുതരാം. നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് അണച്ചിട്ട് നിങ്ങൾ ഇരിക്കുക. ലൈറ്റ് അണച്ചിട്ട്, അപ്പോൾ ഇരുട്ടാണല്ലോ, ഇരുട്ടത്തിരിക്കുക. എന്നിട്ട് കണ്ണ് തുറന്നിരിക്കുക. എന്നിട്ട് ശിവായ നമഃ ജപിച്ചിട്ട് ഈ ഇരുട്ട് കണ്ണുകൾ അടയ്ക്കരുത്, കണ്ണുകൾ കഴിവതും തുറന്നിരിക്കുക. ഈ ശിവായ നമഃ ജപിച്ചു കഴിഞ്ഞ് ഈ ഇരുട്ട് നിങ്ങളുടെ കണ്ണിൽ കൂടി കയറി നിങ്ങളുടെ ശരീരത്തിലെ മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ശിവായ നമഃ ജപിച്ചു അതൊരു 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ചെയ്യുക. നല്ല ഉറക്കം കിട്ടും. പിന്നെ ഉറക്കം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടും. അപ്പോൾ അതൊരു പറ്റുന്നവർ ചെയ്യുക. ഇതെല്ലാം ലളിതമായിട്ടുള്ള വിദ്യയാണ്. അവനവനെ കൊണ്ട് പറ്റുന്നെങ്കിൽ ചെയ്യുക, ആവശ്യമുള്ളവർ ചെയ്യുക. ഇതൊക്കെ എത്ര ഉറക്കക്കുറവും മാറിക്കിട്ടും. അത് ആവശ്യമുള്ളവർ ചെയ്യുക. ഇപ്പോൾ നമ്മളൊക്കെ ചിലവ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. അതൊരു ഉറക്കം കുറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഉറക്കം കിട്ടാൻ വേണ്ടി അത് ആവശ്യമുള്ളവർ ചെയ്യാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് ഒരു രഹസ്യമുണ്ട്. ഈ ഇരുട്ടെന്ന് പറയുന്നത് ആ ശിവായ നമഃ ജപിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകളിലൂടെ കയറി നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. കണ്ണപ്പം അടയ്ക്കരുത്, കണ്ണ് തുറന്ന് തന്നെ പിടിക്കണം. അതായത് രഹസ്യം. കണ്ണുകളിലൂടെ കയറി നമ്മുടെ ശരീരത്തിനുള്ളിൽ മുഴുവൻ ഞരമ്പുകൾ, ശരീരത്തിനുള്ളിൽ മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക, കണ്ണ് തുറന്നുകൊണ്ട്. അങ്ങനെ ഒരു മിനിറ്റോ 3 മിനിറ്റോ സങ്കല്പിച്ചാൽ മതി. എന്നിട്ട് കിടന്നുറങ്ങുക. നല്ല ഉറക്കം കിട്ടും. ശരീരം നല്ല വിശ്രാന്തിയിലേക്ക് പോകും. ഇത് ആരുടെ വിദ്യയാണ്? ഇത് ഓഷോയുടെ വിദ്യയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഷോയെക്കുറിച്ച് എനിക്കറിയാമോ? എല്ലാ പരിപാടിയും അറിയാം, എല്ലാവരെയും അറിയാം, എല്ലാ സംഭവങ്ങളും നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഓഷോയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് ക്രിസ്തുവിന് മുമ്പ് ഇത്തരം വിദ്യകൾ ചില ആചാര്യന്മാർ, അവർ ആരെന്നുള്ള അറിയില്ല, ആളുകൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓഷോയ്ക്ക് മുമ്പുള്ള വിദ്യ, ക്രിസ്തുവിന് മുമ്പുള്ള വിദ്യ ഇതൊക്കെ ഓരോ മഹർഷീശ്വരന്മാരും ഒക്കെ ഇങ്ങനെ. ഈ ഇരുട്ടെന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ളതാണ് ഇരുട്ട്. അതാണ് സത്യത്തിലുള്ളത്. അത് പ്രപഞ്ചബോധം തന്നെയാണ് ഇരുട്ട്.
കാരണം ഈ ഇരുട്ട് ശരിക്കും ആ പ്രപഞ്ചത്തിൻ്റെ ബോധത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം രാവിലെ ഉണരുമ്പോൾ പക്ഷികൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആ ഇരുട്ട് ആ സമയത്താണ് പക്ഷികൾ ഉണർന്നെഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ ഇത്ര എനർജറ്റിക്. അപ്പം ആ ഇരുട്ടെന്ന് പറഞ്ഞാൽ പ്രപഞ്ചബോധത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ആ പ്രകൃതിയെ തന്നെ നമ്മൾ അനുഭവിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ അകത്ത് രഹസ്യം. അതിനകത്ത് വേറെ രഹസ്യമൊന്നുമില്ല എന്ന് കരുതി ഞാൻ ആ ഒരു വിദ്യ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആ അൾട്ടിമേറ്റായിട്ട് ശിവൻ്റെ വിദ്യ മാത്രമാണ് ചെയ്യുന്നത്, ഭഗവാന്റെ മാത്രമാണ് കേട്ടോ. അഗസ്ത്യരുടെ ഒക്കെ ചെയ്ത അഗസ്ത്യരിൽ നിന്നൊക്കെ വന്ന ആ ഒരു മഹത്തായ വിദ്യ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അങ്ങനെ പ്രയോജനപ്പെടുത്താം. ഇതൊക്കെ നല്ല കാര്യം, നല്ലതെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ആ വഴിക്കൊന്നും പോകരുത് കേട്ടോ. ആവശ്യമുള്ളത് മാത്രം നല്ലത് ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാവരിൽ നിന്നും നല്ലതെടുക്കാം എന്ന് വെച്ചാൽ ആ വഴിയൊന്നും പോകരുത്. ഇപ്പം നമ്മൾ ഹിമാലയത്തെക്കുറിച്ചൊരു പുസ്തകം കണ്ടു. നമ്മൾ ആ പുസ്തകം വായിച്ചിട്ട് ആ വഴി പോകരുത്. അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാം. ഈ പുസ്തകം വായിച്ചിട്ട് ഹിമാലയത്തിൽ പോയവരൊന്നും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരു നല്ല യാത്ര അല്ലെ അനുഭവം എന്നുള്ളത് കിട്ടേണ്ടവന് യഥാർത്ഥ വിദ്യ അത് എവിടെ ഇരുന്നാലും കിട്ടും. പുസ്തകത്തിൽ കാണുന്നതിന് പുറകെ പോകരുത് കേട്ടോ. ഒരു കാര്യത്തിന് പുറകെ നല്ല കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം, ബാക്കി അതിൻ്റെ വഴിക്ക് വിടുക. എനിക്കറിയാവുന്ന പലരും ഉണ്ട് ഹിമാലയത്തിൽ പോയത്, പല ഹിമാലയ യാത്രയെക്കുറിച്ചും ഒരു മാറ്റവും ഇല്ല. യാത്ര ചെയ്യാന്നല്ലാതെ ഇവരിവിടെ വിചാരം അവിടെ കണ്ട് വെച്ചിരിക്കുന്നതാണ്. വിദ്യ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് സത്യമുണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും വിദ്യ കിട്ടും. യഥാർത്ഥ ഗുരു വരും. അതിന് ഹിമാലയത്തിൽ പോകണമെന്നൊന്നുമില്ല. ഈ പുസ്തകങ്ങളുണ്ട് ഒരുപാട് ചെറുപ്പക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. പലരുടെയും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പോകരുത്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു യാത്ര വേണമെങ്കിൽ നിങ്ങൾ പോക്കും. പക്ഷേ അവിടെ നിങ്ങൾ ഈ പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് അതുപോലെ അവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് നമ്മളുടെ പ്രവൃത്തി അനുസരിച്ച്, കർമ്മം അനുസരിച്ച് നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് കിട്ടേണ്ട വിദ്യകൾ നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ കൂടെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നായിരിക്കും കാണുന്നത്. ഞാനീ പറഞ്ഞ ശരനൂൽ രഹസ്യ ശിവവിദ്യകൾ ഋഷീശ്വരന്മാരല്ലേ അതുപോലെ ഉള്ള ആളുകൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും അല്ലെ അവർക്കറിയാവുന്ന പല കാര്യങ്ങളുമാണ്. നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ അല്ലെ നിങ്ങൾ ചെയ്തെങ്കിൽ പുണ്യങ്ങളുടെ ഫലം നിങ്ങൾ എവിടെയും പോയിട്ടല്ല, കിട്ടേണ്ടവർക്ക് എവിടെ ഇരുന്നാലും കിട്ടും. അതിനുവേണ്ടി എങ്ങും പോകേണ്ട കാര്യമില്ല. ഇനി സാമ്പത്തികത്തിന് വേണ്ടിയുള്ള ഒരു ശിവരഹസ്യം കൂടെ പറഞ്ഞു തന്നിട്ട് നിർത്താം. അത് കഴിഞ്ഞൊരു ബുക്കിനെ കുറിച്ച് ഞാൻ പറയാം. എൻ്റെ ജീവിതം മാറ്റിയൊരു ബുക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് നിർത്താം. അതായത് സാമ്പത്തികത്തിന് വേണ്ടി ഈ ചെയ്തവർക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ്. പലർക്കും ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. വലതു മൂക്കിൽ കൂടി ശ്വാസം എടുക്കുക, ശിവായ എന്ന് മനസ്സിൽ ജപിച്ച്, എന്നിട്ട് ഈ നെറ്റിക്കുള്ളിൽ ഒരു വെള്ളപ്രകാശത്തെ തട്ടുന്നതായിട്ട് ചിന്തിക്കുക. എന്നിട്ട് ക്ലീം എന്ന് ജപിച്ചുകൊണ്ട് അവിടെ തന്നെ ജപിക്കണം. ക്ലീം എന്ന് ജപിച്ചുകൊണ്ട് ഇടതു മൂക്കിൽ കൂടി ശ്വാസം നീട്ടി വിടുക. ഇത് ആദ്യം വിരൽ വെച്ച് ചെയ്യണം. അതായത് വലതു മൂക്കിൽ കൂടി വെക്കുമ്പോൾ ഇടതു മൂക്ക് അടച്ചുകൊണ്ട് വലതു മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ഇവിടെ ഒരു വെള്ളപ്രകാശം സങ്കല്പിച്ച് ക്ലീം എന്ന് ജപിച്ച് ഇടതു മൂക്കിൽ കൂടെ ശ്വാസം വിടുമ്പോൾ വലതു മൂക്ക് അടച്ചു പിടിക്കണം, ഓപ്പോസിറ്റ് മൂക്ക്. അങ്ങനെ ഒരു തവണ ചെയ്താൽ മതി. ഇവിടെ നിന്ന് ശ്വാസം പിടിച്ച് നിർത്തുന്നില്ല, ശ്വാസം ഹോൾഡ് ചെയ്യുന്നില്ല, എടുത്തു വിടുന്നേ ഉള്ളൂ. ഈ എല്ലാ വിദ്യകളും ഞാൻ പറയുന്നത് ശ്വാസം എടുത്ത് പിടിച്ചു വെക്കുന്ന ഒരു വിദ്യയും ഞാൻ പറയുന്നില്ല. പറഞ്ഞു മനസ്സിലാക്കും. ശ്വാസം എടുത്ത് വിടുന്ന വിദ്യകളാണ് ഇതെല്ലാം പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുക. പിന്നെ 3 പ്രാവശ്യം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് വലതുമുഖിൽ കൂടി ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് എന്നിട്ട് ശിവായ നമാന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് എടുക്കുക. വലതുമുഖിൽ കൂടെ എടുക്കുക. ശിവായ നമാന്ന് ജപിച്ച് വലതുമുഖിൽ കൂടെ എടുത്തിട്ട് ക്ലീം എന്ന് ജപിച്ച് ഇവിടെ ജപിച്ചിട്ട് ക്ലീം എന്ന് ജപിച്ച് തന്നെ ഇടതുമുഖിൽ കൂടെ നീട്ടി വിടുക. അത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് 3 തവണ ചെയ്യുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ആവർത്തിക്കുക. സാമ്പത്തികം കിട്ടാനും വശ്യമുണ്ടാകാനും ആഗ്രഹങ്ങൾ സാധിക്കാനും അത്ഭുതകരമായൊരു വിദ്യയാണ്. ഇത് ചെയ്ത് പല അനുഭവങ്ങളും ഉണ്ടായ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. ഒരാൾക്ക് 2 ലക്ഷം കിട്ടിയതും 50,000 കിട്ടിയതും ബ്ലോക്കായിട്ടുള്ള പൈസ കിട്ടിയതും ബിസിനസ് സാമ്പത്തികം വന്നതൊക്കെ ഒരുപാട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. വീഡിയോകൾ സ്ഥിരം കാണുന്നവർക്കറിയാം. ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല. വിശ്വാസത്തോടെ ചെയ്യണം. ഇനി ഈ ശിവവിദ്യയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തികം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്നെ ഓർക്കുകയേ വേണ്ട, അല്ലെ എന്നെ മറന്നാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ശിവഭഗവാന് തിങ്കൾ ശനി ഇതിലേതെങ്കിലും ഒരു ദിവസം പാൽപ്പായസം നടത്തണം. അമ്മ പാർവതിദേവിക്ക് ഒരു പിൻവിളക്ക് നടത്തണം. നിങ്ങൾക്ക് ഒരു ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയും കൂടെ നടത്തുക.
അപ്പം പാൽപ്പായസം, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, പിൻവിളക്ക്, ഇത് ഒന്നുകിൽ തിങ്കൾ അല്ലെ ശനി, ഇതിലേതെങ്കിലും ഒരു ദിവസം ചെയ്യുക. രാവിലെ ചെയ്താൽ മതി. പിന്നെ പക്കനാളിൽ ചെയ്യുക. പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ചെയ്യുക. അങ്ങനെ മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. ഭഗവാനെ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് ഉയർച്ച ഉണ്ടായാലും അതിൻ്റെ ഒരു വിഹിതം ഭഗവാന്. പാൽപ്പായസം വലിയ ഇഷ്ടമാണ്. ശിവഭഗവാന് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. കദളിപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. ജലധാര ഭയങ്കര ഇഷ്ടമാണ്. കൂവളത്തില കൊണ്ട് എന്ത് ചെയ്താലും വളരെ ഇഷ്ടമാണ്. വെള്ള നിവേദ്യം ഇഷ്ടമാണ്. പിന്നെ പിൻവിളക്ക്, എന്ത് ചെയ്താലും പിൻവിളക്ക് പാർവതിദേവിക്ക് നടത്തണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരംശം നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഏതെങ്കിലും സഹായങ്ങളും ചെയ്യണം. സഹായം ചെയ്യുന്നത്, ഈ സഹായത്തിന് വേണ്ടി നടക്കുന്ന ചില ആളുകളുണ്ട്, അവർ തൊഴിലാക്കിയവരുണ്ട്. അവർക്കൊന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബോധ്യപ്പെടുക ഒരാൾക്കൊരു സഹായം വേണം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, നിങ്ങൾക്ക് സത്യമാണെന്ന് തോന്നിയാൽ മാത്രം ചെയ്യുക. അല്ലാതെ ചില ആളുകൾ ഇങ്ങനെ തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. സഹായം ചോദിച്ചു തന്നെ അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചവരുണ്ട്. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. അപ്പോൾ നമ്മളൊരിക്കലും ചൂഷണം ചെയ്യപ്പെടരുത്. നമുക്ക് ഒരു ബോധ്യപ്പെട്ടിട്ട് ഒരാൾക്കൊരു സഹായം ചെയ്താൽ അയാൾ അതിന് അർഹനാണ്, അല്ലെങ്കിൽ അയാൾക്കത് സഹായം ശരിക്കും കിട്ടുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്ന ഫോളോവേഴ്സ് ഒരുപാട് ആളുകൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുന്നവരുണ്ട്. പിന്നെ ആളുകളെ സഹായിക്കുന്നവരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പറയുന്നതിൻ്റെ കൂടെ ഒരു ഫലമാണത്. അപ്പോൾ അത് ചെയ്യുക. ഇനി ഞാനൊരു പുസ്തകം നിങ്ങളെ കാണിക്കാം. എൻ്റെ ജീവിതം മാറ്റിയൊരു പുസ്തകമാണ്. ഇത് ആദ്യം കാണിക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എന്ത് ചെയ്യാം, മറന്നുപോയി. അതായത് ഹിമാലയത്തിലെ ഗുരുക്കന്മാരോടൊപ്പം, സ്വാമി രാമയുടെ പുസ്തകമാണ്. ഹിമാലയത്തിലെ ഗുരുക്കന്മാരോടൊപ്പം, ഇതുണ്ടോ, ഹിമാലയത്തിലെ ഗുരുക്കന്മാരോടൊപ്പം സ്വാമി രാമ, കണ്ടല്ലോ. ഈ പുസ്തകം എൻ്റെ ജീവിതം മാറ്റിയൊരു പുസ്തകമാണ്. ഞാൻ കാരണം പറഞ്ഞുതരാം. ഈ പുസ്തകം കണ്ടിട്ട് ഞാൻ ഹിമാലയത്തിൽ പോയിട്ടില്ല, പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ എനിക്ക് വിദ്യ കിട്ടി. പുസ്തകം കണ്ടിട്ട് നിങ്ങളാരും ഹിമാലയത്തിൽ പോകണമെന്ന് ഞാൻ പറയത്തില്ല, പോകേണ്ട ആവശ്യമില്ല. ഈ പുസ്തകത്തിനകത്ത് സ്വാമി രാമ എന്ന സന്യാസി വര്യൻ ഏറ്റവും സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിൽ നിന്നാണ് ആദ്യമായിട്ട് സത്യത്തിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൻ്റെ വില ഇദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം പറയുന്നുണ്ട്, സത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. അതുവരെ എനിക്ക് സത്യത്തിൻ്റെ വില അത്ര അറിയത്തില്ലായിരുന്നു. സത്യത്തിൻ്റെ വില മനസ്സിലായത് ഈ പുസ്തകത്തിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങളിത് യാത്ര ചെയ്യാൻ വേണ്ടിയല്ല, യാത്ര ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവിടെ ഇവിടെയൊക്കെ വെറുതെ ഒരു യാത്ര എന്നല്ലാതെ. പിന്നെ നിങ്ങൾക്ക് ഹിമാലയത്തിൽ പോയാൽ നിങ്ങൾക്കൊരു സന്തോഷമെങ്കിൽ അത് നല്ലത്, അത് അവനവൻ്റെ ഇഷ്ടം. പക്ഷേ അവിടെ നിന്നൊന്ന് ഒരു വിദ്യ കിട്ടുമെന്നോ സിദ്ധി കിട്ടുമെന്നോ, നിങ്ങളല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവധൂതനാകുമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്യകൾ കിട്ടുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതിനുവേണ്ടി പോവുകയും ചെയ്താൽ അത് കിട്ടണമെന്നില്ല. അങ്ങനെ നമ്മൾ പല ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും അവിടെ സന്യാസിമാരിയ്ക്കുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രഹസ്യവിദ്യ തരുന്നു. അങ്ങനെ ഒന്നും നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. അതൊക്കെ വെറും തോന്നലുകൾ മാത്രം. അങ്ങനെ ജീവിതം പോയ പല ചെറുപ്പക്കാരുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ജീവിതം ഒന്നുമല്ലാതെ പോയ ചില ആളുകളുണ്ട്, ഇതിൻ്റെയൊക്കെ പുറകെ പോയി. എൻ്റെ ഒരു അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്വീകരിക്കാം. പക്ഷെ ഇതിൽ നിന്നൊക്കെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഞാനത് പഠിക്കുക ചെയ്തത്. സത്യത്തിൻ്റെ വില അത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാനത് ഫോളോ ചെയ്തു. നമ്മൾ സത്യസന്ധനായിട്ടിരിക്കുക എന്ന് വെച്ചാൽ വേറെ ആൾ നമ്മളെക്കുറിച്ച് പറയിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മളോട് സത്യസന്ധനായാൽ മതി. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, നമ്മൾ ചിരിക്കുമ്പോൾ, നമ്മൾ കരയുമ്പോൾ, ഒരു പാത്രം കഴുകി വെക്കുമ്പോഴാണെങ്കിൽ പോലും, ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോഴും നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു മാസം ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കളോട്, ഭാര്യയോട്, അല്ലെങ്കിൽ എല്ലാവരും സത്യം മാത്രം, സത്യസന്ധമായിട്ട് ചിന്തിക്കുക, സത്യസന്ധമായിട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു തൊഴിലുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യസമയത്ത് തൊഴിൽ പോവുക. നിങ്ങൾക്ക് ചെയ്യേണ്ട തൊഴിൽ സത്യസന്ധമായിട്ട് ചെയ്യുക. നിങ്ങളുടെ മുന്നിൽ വീഴുന്ന ആളുകളോട് സത്യസന്ധമായിട്ട് പെരുമാറുക. ചിരിക്കുന്ന പോലെ സത്യസന്ധമായിട്ട് ചിരിക്കുക, സ്വാർത്ഥതയില്ലാതെ. ഒരു മാസം ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ശിവവിദ്യ കിട്ടിയത്. അഗസ്ത്യരുടെ വിദ്യ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. സാക്ഷാൽ ശിവനിൽ നിന്നുള്ള അഗസ്ത്യരുടെ വിദ്യ. അഗസ്ത്യരും ശിവനും ഒന്ന് തന്നെയാണ്. ആ അഗസ്ത്യരിൽ നിന്ന് വരുന്ന ആ രഹസ്യവിദ്യ, അല്ലെ ആ ശിവവിദ്യ, അല്ലെ ആ വിദ്യ എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. ഞാൻ ആ സത്യത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്.
സത്യസന്ധനായിരിക്കും, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ വേറെ ഒരാൾ നമ്മളെ പറയാൻ വേണ്ടിയോ കാണിക്കാൻ വേണ്ടിയോ അല്ല. ഇനി നമ്മളെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയുന്നെങ്കിലും അവിടെ നമ്മളൊന്നും പറയാൻ പോകണ്ട. അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അവർക്ക് കിട്ടിക്കോളും, മുതലും പലിശ അടക്കം കിട്ടിക്കോളും. നമ്മൾ സത്യസന്ധനായിട്ടിരിക്കുക, ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുക. ആരെയും അപ്പം ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയും ആരോടാണെന്ന് പറഞ്ഞാൽ, കാരണം എനിക്കൊരു സത്യം ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹിമാലയത്തിൽ വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോക്കും, അതിനകത്ത് തെറ്റില്ല. പക്ഷേ ഒരു വിദ്യ കിട്ടാൻ വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യണ്ട, സത്യമാണ് പറഞ്ഞത്. അങ്ങനെ ജീവിതം നശിപ്പിച്ച പല ചെറുപ്പക്കാരുമുണ്ട്. ഈ പുസ്തകത്തിൽ കാണുന്നതൊക്കെ, ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ സത്യസന്ധനാണ്. സ്വാമി രാമ സന്യാസിയാണ്. ഇദ്ദേഹം എഴുതിയേക്കുന്ന നല്ല സത്യസന്ധമായി. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പുസ്തകം. അപ്പം ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഇതൊന്നും വായിച്ചിട്ട് കാര്യമില്ല. വായിക്കണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വായിച്ചാൽ മതി. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. നല്ലതാണ്, നന്നായിരിക്കും. ഞാൻ ഇന്നേ വരെ ഞാനൊരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇതൊന്നും പറയാറില്ല. അതുപോലെ ഒരു പുസ്തകങ്ങളും അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഹിമാലയത്തെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞ ഒരൊറ്റ പുസ്തകം പറഞ്ഞിട്ടുള്ളതാണ്, സ്വാമി രാമയുടെ ഹിമാലയം. ഇത് നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിക്കണമെന്നും പറയുന്നില്ല. എന്നെ ജീവിതം മാറ്റിയ ഇതിലെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ അനുഭവമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാതിരിക്കുകയോ വായിക്കുകയൊക്കെ ചെയ്യാം, വായിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ ശിവ.